മദ്രസകളിൽ വന്ദേമാതരം നിർബന്ധമാക്കി പശ്ചിമബംഗാൾ സർക്കാർ. രാവിലത്തെ അസംബ്ലിയിൽ വന്ദേമാതരം ആലപിക്കണം. വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ മദ്രസകൾക്കും ഉത്തരവ് ബാധകമാണ്. തമിഴ്നാട്ടിൽ വീണ്ടും വന്ദേമാതര വിവാദം ഉയർത്തി DMK. സത്യപ്രതിജ്ഞയിൽ തമിഴ് തായ് വാഴ്ത്ത് ചൊല്ലിയത് ഏറ്റവും ഒടുവിലായത് വീണ്ടും ഉയർത്തിയിരിക്കുകയാണ്. ER രാഗേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഗേഷ്, തമിഴ്നാട്ടിൽ ഈ ഒരു വന്ദേമാതരത്തെ ചൊല്ലിയുള്ള വിവാദം ഇപ്പോഴും കെട്ടടങ്ങുന്നില്ല എന്നുള്ളതാണ്. പശ്ചിമബംഗാളിലാണെങ്കിൽ വന്ദേമാതരം നിർബന്ധമാക്കുന്നു മദ്രസകളിൽ. അപ്പോൾ എങ്ങനെയാണ് ഈ ഉത്തരവുകളൊക്കെ ഇപ്പോൾ വന്നിരിക്കുന്നത്? സ്വാതി, ബംഗാൾ സർക്കാരിൻ്റെ ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഇന്നലെയാണ് ബംഗാൾ സർക്കാർ ഇത്തരത്തിൽ മദ്രസകളിൽ നിർബന്ധമാക്കുന്നു വന്ദേമാതരം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയത്. അതായത് മദ്രസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളും സർക്കാർ സഹായം വാങ്ങുന്ന എല്ലാ മദ്രസകളിലും രാവിലത്തെ അസംബ്ലിയിൽ വന്ദേമാതരം ചൊല്ലണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ബംഗാൾ സർക്കാർ നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചയാണ് സ്കൂളുകളിൽ സമാനമായ രീതിയിൽ വന്ദേമാതരം ആലപിക്കണം നിർദ്ദേശം പുറപ്പെടുവിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരമൊരു തീരുമാനവും വന്നിരിക്കുന്നത്. ഏതായാലും ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ ഇപ്പോൾ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിലേക്ക് വരികയാണെങ്കിൽ തമിഴ്നാട്ടിലാണ് വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലാണ് വന്ദേമാതര വിവാദം തന്നെ ഉണ്ടാകുന്നത്. അന്ന് തമിഴ് സംസ്ഥാന ഗാനം ആലപിച്ചത് മൂന്നാമതായാണ്. അതായത് വന്ദേമാതരത്തിനും ദേശീയ ഗാനത്തിനും ശേഷമാണ് തമിഴ് തായ് വാഴ്ത്ത് ആലപിച്ചത്. അതിനെ അന്നേ ചോദ്യം ചെയ്തപ്പോൾ TVK സർക്കാർ നൽകിയ വിശദീകരണം ഈ രീതി തുടരില്ല, ലോക്ഭവനാണ് ചടങ്ങുകളൊക്കെ നിയന്ത്രിച്ചതെന്ന വിശദീകരണമാണ് അന്ന് TVKയുടെ ഭാഗത്തുണ്ടായത്. ഇന്ന് മന്ത്രിസഭ വിപുലീകരണമായിരുന്നു. 23 മന്ത്രിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പോൾ ഇന്ന് ചടങ്ങുകൾ തുടങ്ങിയതും വന്ദേമാതരം ആലപിച്ചാണ്. അവിടെയും തമിഴ് സംസ്ഥാന ഗാനം മൂന്നാമതായാണ്, ഏറ്റവും ഒടുവിലായാണ് ആലപിച്ചത്. ഇതിനെ DMK ആണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. കാരണം തമിഴ് സ്വത്വം ഒപ്പം തന്നെ തമിഴ് വികാരങ്ങളൊന്നും തന്നെ മാനിക്കാൻ TVK തയ്യാറാകുന്നില്ലെന്ന വിമർശനം ഇതിനോടകം തന്നെ ഉന്നയിച്ചിട്ടുണ്ട് DMK. ഒരുപക്ഷെ മറ്റ് കക്ഷികളും പ്രത്യേകിച്ച് CPI അടക്കമുള്ള കക്ഷികൾ നേരത്തെ തന്നെ ഈ നിലപാടിനെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നതാണ്. ഇന്നും സമാനമായ വിമർശനത്തിനും ഏതായാലും സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. സ്വാതി.